ഇന്നലെ നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ പരമാധ്യാപകൻ ശിവഭഗവാൻ ബ്രഹ്മബാബയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന 4 വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനം, രക്ഷാബന്ധനം, ഓണം, ഈ 3 ഫെസ്റ്റിവലും ഇനി അടുത്തടുത്ത നാളെ സ്വാതന്ത്ര്യദിനമാണ്. 22 രക്ഷാബന്ധനം ആവണിയവിട്ടമാണ്. അതിനുശേഷം ഓണമാണ്. അതിന് മുമ്പേ ഓണം യഥാർത്ഥത്തിൽ അത്തം മുതൽ ആരംഭിച്ചു അല്ലേ? എങ്കിലും അത്തം പൊത്തിന് പൊന്നോണം എന്നല്ലേ പറയുക. 21-ാം തീയതി ഓണാണ്. ഇന്ന് നമുക്ക് ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടികോണിൽ ഈ 3 ആഘോഷങ്ങളിലൂടെയും സഞ്ചരിക്കാം. ആദ്യം, നാളെ സ്വാതന്ത്ര്യദിനമല്ലേ? നമ്മുടെ ഭാരതത്തിന് 1947 ആഗസ്റ്റ് 15 വിദേശീകരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഓർമ്മ നമ്മളെല്ലാ വർഷവും ആഗസ്റ്റ് 15 ആഘോഷിക്കുക. ആഘോഷം ഇപ്പോൾ ഒരു ദിവസത്തെയാണ്. പക്ഷേ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശസ്നേഹികൾ വർഷങ്ങളുടെ ത്യാഗം, തപസ്, സേവനം ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരമാണ്, അതിലൂടെ നേടിയ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ നമ്മളെല്ലാ വർഷവും ഒരു ദിവസം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം ഭാരതത്തിന് കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഭാരതത്തിന് വിദേശ ആധിപത്യമില്ലാതായി 1947. പക്ഷേ ഭാരതീയരായ നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കണം, നമ്മൾ സ്വതന്ത്രരാണോ? ഓരോ ഭാരതീയനും ഹൃദയത്തിൽ കൈവച്ച് നമ്മളോട് ചോദിച്ചു നോക്കൂ, ആം ഐ ഫ്രീ ഫ്രം ഓൾ ബോണ്ടേജസ്, ഓൾ ബ്ലോക്കേജസ്? എല്ലാ കെട്ടുകളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാണ്. എന്നെ എന്താ കിട്ടിയിട്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യം, സ്വതന്ത്രത. 2 വാക്കാണല്ലോ, സ്വതന്ത്രത, പരതന്ത്രത. സ്വതന്ത്രം, സ്വയത്തെ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, യുക്തികൾ ഉപയോഗിച്ച് നമുക്ക് മുക്തി കിട്ടണം. എന്തിൽ നിന്ന്? ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന്. ആരാ നമ്മുടെ ഉള്ളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? അല്ല, വിദേശാധിപത്യം ഇല്ലാതെ ഇപ്പം നമ്മൾ സ്വദേശത്താണെന്ന് നമ്മൾ പറയും. ഭാരതം നമ്മുടെ സ്വദേശമാണ്, സ്വന്തം രാജ്യമാണ്, മാതൃഭൂമിയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തിലേക്ക്, സ്വരാജ്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഭാരതം നമ്മുടെ രാജ്യം. ആത്മാവായ എൻ്റെ രാജ്യം ഈ ശരീരമാണ് അല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും നോക്കൂ, നമ്മൾ എത്ര സ്വതന്ത്രരാണ് ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവാകുന്ന ഈ രാജാവ്. എനിക്കെൻ്റെ ചിന്തകളുടെ മേലെ നിയന്ത്രണമുണ്ടോ? വേണ്ടത് മാത്രമാണോ ഞാൻ ചിന്തിക്കുന്നത്? ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും നോക്കൂ, കണ്ണും കാതും നാവും, നല്ല സംസ്കാരങ്ങൾ നോക്കൂ. ശ്രേഷ്ഠ സംസ്കാരങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ? അതോ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളുടെയും ചങ്ങലകൾ ഇപ്പോഴും എന്നെ ഏതെല്ലാം തരത്തിൽ ബന്ധിച്ചിട്ടുണ്ട്?
ഡയറിയിൽ നോട്ട് ചെയ്തുകൊണ്ട് പോയിക്കോളൂ ഓരോ ചോദ്യവും. എന്നെ ഇപ്പോഴും ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പരദേശികൾ എൻ്റെ ഉള്ളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് ഇപ്പോഴുണ്ട്? കാരണം ഞാനാരാ? ആത്മാവ് അല്ലേ? ആത്മാവായ ഞാൻ എൻ്റെ സ്വദേശം പരംധാം വീട്ടിൽ നിന്ന് നമ്മളിവിടെ നാടകം കളിക്കാൻ ഇറങ്ങി വന്നപ്പോൾ എങ്ങനെയാണ് വന്നേ? സദോ പ്രധാനമായിട്ട്. അതാണ് സത്യത്രേദൈകത്തിൽ നമ്മുടെ ജീവിതം. സദോ ഗുണി അല്ലേ? അഷ്ടശക്തികളാലും സർവഗുണങ്ങളാലും സമ്പന്നര്, സമ്പൂർണ്ണ നിർവികാരികളായി നമ്മളിവിടെ ജീവിച്ചു. അഹിംസയായിരുന്നു നമ്മുടെ പരമധർമ്മം അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കൂ. സദോ ഗുണങ്ങളുടെ സ്ഥാനത്ത് എന്തൊക്കെ ദുർഗുണങ്ങളുണ്ട്. സമ്പൂർണ്ണ നിർവികാരിയായിരുന്ന നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ദുർവികാരങ്ങളുടെ ചങ്ങലക്കെട്ടുണ്ട്. ദിവ്യ സംസ്കാരം, ദേവ സംസ്കാരം. നമ്മളെ ദേവൻ ദേവി എന്നല്ലേ വിളിച്ചിരുന്നത്? 2 യുഗം, സ്ത്രീ പുരുഷനെന്നല്ല, ദേവൻ ദേവി. കാരണം ദിവ്യതാ സമ്പന്ന സംസ്കാരം. പക്ഷേ ഇപ്പോൾ എന്തെല്ലാം അസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ, ആസുരീയമെന്നോ രാക്ഷസീയമെന്നോ അല്ലെങ്കിൽ പത്രങ്ങളിലെ ഭാഷ പോലെ പൈശാചികമെന്നോ മൃഗീയമെന്നോ പറയുന്ന എന്തെല്ലാം സംസ്കാരങ്ങൾ നമ്മളെ ബന്ധിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്രകാരം ലിസ്റ്റ് നോക്കൂ, എഴുതി എന്നിട്ട് ഓരോ ഇന്ദ്രിയങ്ങളും നോക്കൂ നമ്മളെ എവിടെയൊക്കെ ബന്ധിച്ചിട്ട്. ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാണോ? അങ്ങനെ ഓരോ ഇന്ദ്രിയത്തെയും നോക്കും. കാണേണ്ടത് മാത്രമാണ് ഈ കണ്ണുകൊണ്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ അകത്തും പുറത്തുമുള്ള ബന്ധനങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്വന്തം രാജ്യത്തിൽ ബന്ധിതരല്ലേ? എത്ര വലിയ പൂട്ടുകൾക്കുള്ളിൽ, ജയിലുകൾക്കുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവാകുന്ന സീത രാവണൻ്റെ ജയിലിൻ്റെ ഉള്ളിലാണ് അല്ലേ? അപ്പം നമ്മൾ സ്വാതന്ത്ര്യം, നാളെ സ്വാതന്ത്ര്യ ദിനം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് യഥാർത്ഥത്തിൽ നോക്കണം, എനിക്ക് എന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പറ്റും. ഏത് സ്വാതന്ത്ര്യം? ഈ പറഞ്ഞ ചങ്ങലകളിൽ നിന്നെല്ലാം, ബന്ധനങ്ങളിൽ നിന്നെല്ലാം ആത്മാവാകുന്ന ഞാൻ മുക്തമായിട്ട് ഈ രാജ്യത്തിൽ സ്വരാജ്യ അധികാരിയായിട്ട്, ഭഗവാൻ അതാ പറയണേ, സ്വരാജ്യാധികാരിയാകും മക്കളെ. നിങ്ങളുടെ സ്വന്തം രാജ്യം ഇതാണ്. ഇതിൽ നിങ്ങൾ രാജാവായി. കൺട്രോൾഡ് ലൈഫ്, നിയന്ത്രണത്തിൽ ഉള്ള ജീവിതം. അതേത് ജീവിതമാണ്? അതാണ് സദോ പ്രധാന ജീവിതം, സദോ ഗുണി ജീവിതം. അതെന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്ന ആ ഡേ ആണ് എൻ്റെ സ്വാതന്ത്ര്യദിനം. കാരണം ഞാൻ ബന്ധിതനായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വയം ബന്ധിക്കപ്പെടുക മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? മറ്റുള്ളവരെയും ബന്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും നമ്മൾ കൊടുക്കുന്നു അവരുടെ മനസ്സിനെങ്കിലും, അതും ഒരു ബന്ധനത്തിൽ നമ്മൾ അവരെയും കൊടുക്കുക. നമ്മളും ചങ്ങലയിൽ, കാരണം ഇതുവരെ നമ്മൾ ചങ്ങലയിൽ കിടക്കുന്നു, മറ്റുള്ളവരെയും നമ്മൾ ബന്ധിതരാക്കും. നമ്മൾ സ്വയം സ്വതന്ത്രമായാലേ മറ്റുള്ളവരെയും നമുക്ക് ചങ്ങലയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കണം. മുഖ്യമായിട്ട് 5 വിദേശികളാണല്ലോ നമ്മളെ കീഴടക്കിയത്. ഇന്ത്യയിൽ വന്ന വിദേശികൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, അല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. എത്ര ലിസ്റ്റ് നമുക്കറിയാം. നമ്മളെ കീഴടക്കിയിരിക്കുന്ന 5 വിദേശികളാരാണ്? അല്ലേ? 5 ദുർവികാരങ്ങൾ. പിന്നെ അവരുടെ പിന്നാലെ വന്നവരെല്ലാം നമുക്കറിയാം. കൂട്ടാളികൾ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? അവരുടെ സഹായികൾ 5 പേര് മുഖ്യം. സഹായികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാം. ഇപ്പം ആ 5 അല്ലേ, 5, 25 50 അല്ലേ, 100 ഇപ്പോൾ എത്ര പേര് അകത്ത് കുടിയിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ, ദിവസവും നമ്മൾ ഭഗവാന്റെ മഹാവാക്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര വിദേശികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? അവരെല്ലാം നമ്മുടെ ഉള്ളിൽ ആധിപത്യം നേടി, എന്നിട്ട് നമ്മളെ അടിമയുമാക്കി. ഇപ്പം എന്ത് ചെയ്യണം? നമുക്ക് വിദേശാധിപത്യം ഒഴിവാക്കണം, അതിൽ നിന്ന് പുറത്ത് വരണം. അധിനിവേശം നമ്മളെ അടിമയാക്കിയിരിക്കുക. അപ്പം നമുക്ക് അധികാരികളായി
അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് വരാം, അല്ലേ? സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ഭാരതത്തിൻ്റെ ദേശസ്നേഹികൾക്ക്, അല്ലേ, ഒരു ബാപ്പു ഉണ്ടായിരുന്നു, ഗാന്ധിജി, രാഷ്ട്രപിതാവ്. ഇപ്പം നമ്മളെ ഈ 5 ദുർവികാരങ്ങളാകുന്ന രാവണൻ്റെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ, സ്വരാജ്യാധികാരികളാക്കി മാറ്റാൻ ഭഗവാൻ പറയുന്ന ആദ്യം മക്കളെ സ്വരാജ്യാധികാരിയാക്കും. സഹായിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിത്യേന ജ്ഞാനം നൽകി, ദിവസവും ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രം നൽകി. അടുത്ത എന്താ പറയണേ? ജ്ഞാനം മാത്രമല്ല, നിങ്ങളെന്നെ ഓർമ്മിക്കൂ, നിങ്ങൾക്ക് ശക്തി കിട്ടും. പവർ ഹൗസാണ് ഞാൻ. എന്നിൽ ബുദ്ധിയോഗം വയ്ക്കൂ, ബാറ്ററി ചാർജാക്കും. അസ്ത്രവും ശസ്ത്രവും ജ്ഞാനയോഗത്തിലൂടെ പകർന്നു തന്നുകൊണ്ട് പരമാത്മാവാകുന്ന ബാപ്പു, ശിവബാബയാകുന്ന ബാപ്പു നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ സ്വാതന്ത്ര്യ സമരം എപ്പോൾ ആരംഭിച്ചു? 1936 മുതൽ ആരംഭിച്ചതാണ്. പരമാത്മാ വന്ന് നമ്മൾ മക്കളെ ഈ രാവണ രാജ്യത്തിൽ നിന്ന് രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പാലം പണി അന്ന് മുതൽ തുടങ്ങിയതാണ്, അല്ലേ? രാമൻ വന്ന് വാനരസേനയെ സ്വന്തമാക്കിയിട്ട് ഈ പാലം പണി നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് ഇതാണ്, എൻ്റെ സ്വാതന്ത്ര്യദിനം ഇതാണ് നമ്മൾ പേഴ്സണൽ ഭഗവാൻ വിശ്വത്തിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. കാരണം അത് വിശ്വപിതാവാണ്, മുഴുവൻ ലോകത്തിൻ്റെ ബാപ്പുവാണ്. ഗാന്ധിജി ഭാരതത്തിൻ്റെ ബാപ്പുവായിരുന്നു. മുഴുവൻ വിശ്വം, സർവ്വ ആത്മാക്കളും ഇപ്പോൾ രാവണൻ്റെ പിടിയില്ല. അതുകൊണ്ട് നമ്മളെ എല്ലാ ആത്മാക്കളെയും മുക്തമാക്കാൻ പരമാത്മാ വന്നിരിക്കുകയാണ്, അല്ലേ? പരമാത്മാ തൻ്റെ കർത്തവ്യം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തും എത്തിച്ചേർന്നു ബാപ്പു, നമ്മളെയും, അല്ലേ, സ്വതന്ത്രരാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ബാബ. നമ്മൾ ഈ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യ സമര പ്രക്രിയയുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് തന്നു ബാബ? പുറത്തേക്ക് വരാൻ, അല്ല, ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള എല്ലാ യുക്തികളും പറഞ്ഞു തന്നു. ഇനി മക്കൾ സ്വയം എന്ത് ചെയ്യുക, അല്ലേ? ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വയം സ്വതന്ത്രമാകൂ, അല്ലേ? മറ്റുള്ളവരെയും സ്വതന്ത്രമാക്കൂ. ഇതാണ് ഈശ്വരൻ്റെ ആദേശം, ആഹ്വാനം. ഒരു സ്വാതന്ത്ര്യദിനം നമ്മൾ നാളെ ആഘോഷിക്കും. പക്ഷേ പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കും, എനിക്ക് സ്വതന്ത്രമാകണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഡേറ്റ് ഇപ്പോഴേ ഫിക്സ് ചെയ്യൂ. എന്ന് ഞാൻ സമ്പൂർണ്ണമായിട്ട് ഈ 5 അടിമകളിൽ, ഈ 5 വിദേശികളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പുറത്ത് വരും. ഡേറ്റ് ഫിക്സ് ചെയ്യൂ. കാരണം നമ്മളൊരു പ്രോഗ്രാമിനാണെങ്കിൽ, ഏതൊരു പ്രോഗ്രാമാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ, അല്ലെ, ഒരു കല്യാണം, ഒരു എന്ത് ആയിക്കോട്ടെ, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഡേറ്റ് ഫിക്സ് ചെയ്യും. ഡേറ്റ് ഫിക്സ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ്. ഇന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്യൂ. എനിക്ക് സ്വതന്ത്രമാക്കണം. കാരണം ബാബ എന്നെ സ്വതന്ത്രനാക്കാൻ വന്നു കഴിഞ്ഞു, എല്ലാം തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് പുറത്തേക്ക് വരാനുള്ള പുരുഷാർത്ഥം മാത്രമേ ചെയ്യാനുള്ളൂ. അതിന് 4 വിധികളും തന്നു: ജ്ഞാനം, യോഗം, ധാരണ, സേവനം, അല്ലേ? ഇന്നലെ നമ്മൾ കണ്ടു. നോട്ട് ചെയ്യൂ. ഡെയിലി ബാബയുടെ ഹെൽപ്പ് ഉപയോഗിച്ച്, യോഗത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, മുരളിയിലെ ഓരോ പോയിൻറ്റിൻ്റെ ബലം ഉപയോഗിച്ച്, ശ്രേഷ്ഠ ജീവിത ധാരണകളിലൂടെ സഞ്ചരിച്ച്, ഈശ്വരീയ സേവനങ്ങൾ ചെയ്ത്, ഈ ബലങ്ങളിലൂടെ, ഇതെല്ലാം ഓരോ ബലമാണ്. ജ്ഞാനം ബലമാണ്, യോഗം നൽകുന്നത് ശക്തിയാണ്, ധാരണകൾ, അല്ലേ, പവിത്രതയുടെ ബലം നൽകും. സേവനത്തിലൂടെ പുണ്യവും ആശീർവാദവും നമുക്ക് ബലമായി കിട്ടും. ഈ ബലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും, അല്ലേ, പുറത്ത് വരാൻ, സ്വരാജ്യാധികാരിയാക്കുക. പിന്നെയോ അങ്ങനെ സ്വരാജ്യാധികാരികളായി പുറത്തേക്ക് നമ്മൾ വരാനുള്ള പ്രയത്നത്തിൽ ഒരു സൂക്ഷ്മ യുദ്ധമാണ് പരമാത്മ ഇപ്പോൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട്. അതാണ് ഗീതയിൽ കാണിക്കുന്നത്. അർജുനൻ വിഷാദത്തോടെ ഇരിക്കും. എവിടെ? യുദ്ധ മുഖത്ത്. എന്താ വിഷാദം അർജുനൻ്റെ? ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയാണ്, പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ പറയണ? എനിക്ക് പറ്റണില്ല മാധവ. എന്താ വിഷാദം? എൻ്റെ സ്വന്തക്കാരോട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം.
നമ്മുടെയും പ്രശ്നം ഇപ്പം അതാണ് അല്ലേ. ഭഗവാൻ വന്നു എന്ത് പറഞ്ഞു? മക്കളെ അല്ലേ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യണം. ആരോട്? 5 വികാരങ്ങളോട്. അപ്പം നമുക്കെന്താ പ്രശ്നം? ഇപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മൾ ഡെയിലി പ്രയത്നിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ഈ 5 പേരും നമ്മുടെ സ്വന്തക്കാരാണേ. അതാണ് നമ്മുടെ പ്രോബ്ലം. എത്ര കാലം കൊണ്ട് സ്വന്തക്കാര്? അരക്കൽപ്പത്തെ. ദ്വാപരയുഗം മുതൽ കലിയുഗം വരെ സത്യത്രേതയുഗത്തിൽ ഇവരുണ്ടായിരുന്നില്ല അല്ലേ. സമ്പൂർണ്ണ സ്വതന്ത്രരായിരുന്നു നമ്മൾ. പക്ഷേ ദ്വാപരയുഗം മുതൽ നമുക്ക് ഈ ബന്ധുക്കളെ കൂടെ കിട്ടി. ആദ്യം ദേഹാഭിമാനം വന്നു, പിന്നെ കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം, പിന്നെ അവരുടെ മക്കളും പേരമക്കളും കുടിയിരുന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ബന്ധുക്കളും നമ്മുടെ ഉള്ളിലിരിക്കുക. അതായത് ഈ 5 ദുർവികാരങ്ങളാകുന്ന ശത്രുക്കൾ ഇപ്പം നമുക്ക് സ്വന്തക്കാരായിപ്പോയി. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് നമ്മുടെ വിഷാദം. ചിലപ്പോൾ പറയാറില്ലേ, ആഗ്രഹമൊക്കെ ഉണ്ട് ഭഗവാനെ, എന്താ ചെയ്യുക? ഡെയിലി സത്സംഗം കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ ദുർബലതയിൽ നിന്ന്, ഈ ദുർവികാരത്തിൽ നിന്ന്, ഈ ദുശ്ശീലത്തിൽ നിന്ന്, ഈ ദുസ്വഭാവത്തിൽ നിന്ന് പുറത്ത് വരണം. ഡെയിലി നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ 28 ദിവസം കൊണ്ട് പ്രയത്നവും ചെയ്യുന്നുണ്ടാവും. അപ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കെന്ത് തോന്നും? ഈ സ്വന്തക്കാർ, കാരണം അരക്കൽപ്പം കൊണ്ട് വളരെ ഡീപ്പ് റൂട്ടഡ് സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയി. നമുക്കിവരെയൊക്കെ വിടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവരും വിട്ടുപോകാൻ റെഡിയല്ല, നമ്മൾ വിടാനും തയ്യാറല്ല. അതിനെന്ത് വേണം? ശക്തി, എക്സ്ട്രാ പവർ വേണം. അതിനാണ് പറയുന്ന പരമാത്മ ധർമ്മയുദ്ധം ചെയ്യാനാ പറയണം. ധർമ്മയുദ്ധം എന്താ? ധർമ്മയുദ്ധം അല്ലേ, ദുർവികാരങ്ങളുടെ മേലുള്ള യുദ്ധം. അതിനുപയോഗിക്കേണ്ട മാർഗവും ധാർമ്മികതയാണ്. ഭഗവാൻ പറയുന്നത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഇവരെയൊക്കെ പിടിച്ചിറക്കി കളയാൻ നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എന്താ ധർമ്മയുദ്ധത്തിൽ എളുപ്പ വഴി പറഞ്ഞു തന്നിരിക്കണ ബാബ? എന്താ എളുപ്പ വഴി പറഞ്ഞു തന്നിരിക്കണ? മക്കളെ, സദോഗുണിയാകാൻ പ്രയത്നിച്ചാൽ മതി, ഇവരൊക്കെ അങ്ങ് പൊക്കോളും തന്നെ. നിങ്ങൾ ഓരോരുത്തരെ കാമവികാരം മാറാൻ, ക്രോധം മാറാൻ, അഹങ്കാരം മാറാൻ, ആലസ്യം മാറാൻ, ഓരോന്നിനും വേറെ ഒന്നും യുദ്ധം ചെയ്യേണ്ട. എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ദേഹമല്ല ദേഹിയാണെന്ന് അഭ്യാസം ചെയ്യും. ഞാനൊരാത്മാവാണ്. അടുത്ത അഭ്യാസം എന്ത് പറഞ്ഞു വന്നു? ഓരോ ദിവസവും അല്ലെ, ഓരോ ഗുണത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ പഠിച്ചില്ലേ? തിങ്കളാഴ്ച ശാന്തിയുടെ പ്രാക്ടീസ് ചെയ്യൂ, ചൊവ്വാഴ്ച ഞാനൊരു സ്നേഹസ്വരൂപാത്മാവാണെന്ന് അഭ്യാസം ചെയ്യൂ, ബുധനാഴ്ച ഞാനൊരു ശക്തി സ്വരൂപാത്മാവാണെന്ന് അഭ്യാസം ചെയ്യൂ, വ്യാഴാഴ്ച ജ്ഞാനസൂര്യൻ്റെ സന്താനമാണ്, വിവേകശാലിയാണ് ഞാൻ, വെള്ളിയാഴ്ച ഞാനൊരു പാവനാത്മാവാണ്, ശുദ്ധാത്മാവാണ്, ശനിയാഴ്ച ഞാനൊരു സുഖസ്വരൂപാത്മാവാണ്, സൺഡേ ഞാൻ അനന്തസ്വരൂപാത്മാവാണ്. ഓരോ ദിവസവും ഓരോ ഗുണത്തിൻ്റെ പ്രാക്ടീസ് എളുപ്പത്തിൽ വ്രതം പോലെ ചെയ്തോളൂ മക്കളെ. പിന്നെന്ത് പറഞ്ഞു ഭഗവാൻ? ഓരോ ദിവസവും നിങ്ങൾ എന്നെ ഓരോ സംബന്ധത്തിൽ കണ്ടോളൂ. തിങ്കളാഴ്ച ശാന്തിയുടെ ദിനത്തിൽ മാതാവായിട്ട് കണ്ടോളൂ. ശാന്തിയുടെ സാഗരനായ മാതാവിൻ്റെ സന്താനമാണ് ഞാൻ. എനിക്ക് ഏത് ബന്ധം ഏറ്റവും അടുപ്പത്തിൽ ഫീൽ ചെയ്യുന്നു? വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബന്ധത്തിൽ നമുക്ക് കാണാം ഭഗവാനെ. എന്തിൻ്റെയാണോ കുറവ്, ശൂന്യത ഉള്ളിൽ ഫീൽ ചെയ്യണം. അപ്പോൾ ഈ യുദ്ധത്തിന് വലിയ സപ്പോർട്ടാണ് നമുക്ക്. കാരണം ബാപ്പു കൂടെ വേണമല്ലോ. ഒറ്റയ്ക്ക് പറ്റില്ല നമുക്ക് പുറത്ത് വരാൻ. ഭഗവാനാകുന്ന ബാപ്പുവിൻ്റെ സഹായം കൂടിയേ മതിയാകും. തിങ്കളാഴ്ച വേണമെങ്കിൽ ബാബയിൽ നമുക്ക് ഭഗവാനെ മാതാവായിട്ട് കാണാം, ശാന്തിയുടെ സാഗരൻ. ചൊവ്വാഴ്ച സ്നേഹക്കടൽ അല്ലേ, സ്നേഹം പ്രീതമനായിട്ട് ബാബയെ കാണാം ആ ദിവസം. ബുധനാഴ്ച സർവശക്തിവാൻ എൻ്റെ അച്ഛൻ, ശക്തികളാണ് എൻ്റെ പിതൃസ്വത്ത്, അച്ഛൻ എന്ന ബന്ധത്തിൽ വയ്ക്കാം ബാബയെ അല്ലേ. ബുധനാഴ്ച നമുക്ക് ശക്തി അച്ഛൻ്റെ പക്കൽ നിന്ന് കിട്ടും. വ്യാഴം സദ്ഗുരു ജ്ഞാനസൂര്യനാണ്, സദ്ഗുരുവാർ എന്നാണ് പറയണം അല്ലേ. സദ്ഗുരുവിൻ്റെ സന്താനമാണ് നമ്മൾ. സദ്ഗുരുവിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാം ഭഗവാനെ. പിന്നെ വെള്ളിയാഴ്ച പരമാത്മ പതിത പാവനൻ അല്ലേ, ഈശ്വരൻ പിന്നെ പാവനമാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പതിത പാവനനാണ്. പതിത പാവനി ഗംഗയായിട്ട് നമുക്ക് ഭഗവാനെ കാണാം. നമ്മളെ ശുദ്ധീകരിക്കാൻ വന്നിരിക്കുന്ന ആളാണ് അല്ലേ. പിന്നെയോ ജ്ഞാനസൂര്യൻ അല്ലേ. വ്യാഴാഴ്ച അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാബയെ സദ്ഗുരുവായിട്ട് കാണാം. വെള്ളിയാഴ്ച പതിത പാവൻ എങ്ങനെയാണ് പാവനമാക്കുന്നത്? ഡെയിലി പഠിപ്പിച്ച് ടീച്ചറായിട്ട് കാണും അല്ലേ. ശനിയാഴ്ച
സുഖസ്വരൂപാത്മാവ്, സുഖസാഗരം, സുഖത്തിൻ്റെ കടലാണ് ബാബ. ആരാ സുഖം തരണേ? പുത്രനായിട്ടോ പുത്രിയായിട്ടോ എങ്ങനെ വേണോ കാണാം. സുഖദായി ബന്ധയതാണ്. സൺഡേ ബാബയെ ഫ്രണ്ടായിട്ട് കാണാം, കൂട്ടുകാരൻ. സൺഡേ കൂട്ടുകാരനോടൊപ്പം ചിലവാക്കാം. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ പരമാത്മാവിനെ, ഏതെങ്കിലും ഒരു ഗുണം അല്ലേ, അതിൻ്റെ കടലായി കണ്ട് നമ്മൾ ഡെയിലി നമ്മുടെ ദിനചര്യയിൽ ഇപ്രകാരം മെഡിറ്റേഷനാണെങ്കിലും കർമ്മയോഗി ജീവിതമാണെങ്കിലും ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താകും? നമുക്കുള്ളിൽ കടന്നുകൂടിയ ഈ വിദേശികളിൽ നിന്ന് സ്വാതന്ത്ര്യം വേഗം കിട്ടും. നമ്മുടെ വിഷാദം മാറും. അർജുനൻ്റെ ഭഗവാൻ കൂടെയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ ആരെയാണോ സ്വന്തക്കാരാക്കി വെച്ചത്, ബാബ എന്താ പറഞ്ഞ? മക്കളെ, നിങ്ങളുടെ സ്വന്തക്കാർ സദോ ഗുണങ്ങളാണ്, നിങ്ങളുടെ സ്വന്തക്കാർ അഷ്ടശക്തികളാണ് മക്കളെ. ജ്ഞാനമാണ് മക്കളെ നിങ്ങളുടെ സ്വന്തം അല്ലേ. അതിൻ്റെ എല്ലാം കടൽ ഞാനാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വന്തമാക്കൂ, നിങ്ങൾ നിങ്ങളെ സ്വന്തമാക്കൂ, ബാബയെ സ്വന്തമാക്കൂ. അപ്പോൾ എന്താകും? നമുക്ക് ഈ ശത്രുക്കളെ സ്വന്തമായി കരുതിയിരുന്ന നമുക്ക് അല്ലേ, ആ ശത്രുക്കളിൽ നിന്ന് പുറത്തേക്ക് വരാൻ എളുപ്പമാകും. അല്ലാതെ യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ പറയില്ലേ ആൾക്കാർ, ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യുദ്ധം ചെയ്യണമെന്ന്. ആരോട് യുദ്ധം ചെയ്യണം? ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്യണം. മനുഷ്യരുടെ രൂപത്തിലുള്ള ശത്രുതയും യുദ്ധവും അല്ല ഇവിടെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഡെയിലി വീട്ടിൽ യുദ്ധത്തിനേ സമയം ഉണ്ടാകുള്ളൂ. ഡെയിലി വീട്ടിൽ വാളെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ശത്രുവല്ലേ, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പെരുമാറി. ഭാര്യ ഭർത്താവുമായിട്ടപ്പോൾ ശത്രുതയ്ക്കേ സമയം ഉണ്ടാവുള്ളൂ. ഡെയിലി മക്കൾ തമ്മിൽ യുദ്ധത്തിനേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യരെല്ലാം നമുക്ക് ശത്രുക്കളാണ്. പിന്നെയോ നമ്മുടെ ഉള്ളിലുള്ള 5 വികാരങ്ങളും, പിന്നെ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ദുർവികാരങ്ങളാണ് ശത്രു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുർവികാരങ്ങളാകുന്ന ശത്രുവിനെ ജയിക്കണം. അല്ലാതെ വീട്ടിൽ നമ്മൾ ആയുധമെടുക്കലല്ല നമുക്ക് വേണ്ടത്. പിന്നെന്ത് വേണം? സൂക്ഷ്മയുദ്ധത്തിൽ ജയിക്കണം. ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയമല്ല. ഈ സൂക്ഷ്മയുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാലും, ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്തേക്ക് വന്നാലും, ഒരാളെങ്കിലും ഈ സൂക്ഷ്മയുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഉള്ളിലെ സദോ ഗുണങ്ങളെ, അഷ്ടശക്തികളെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം സമാധാനപൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അതാണ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം കുടുംബത്തിൽ കൊണ്ടുവരേണ്ട സ്വാതന്ത്ര്യദിനം. അപ്പോഴേ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നും അല്ല ഇടി ആയിരിക്കും, മത്സരങ്ങളായിരിക്കും, പോരായിരിക്കും. പിന്നെ ഇംഗ്ലീഷിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പറയുക അല്ലേ. ഇൻഡിപെൻഡൻറ്റ്, അടുത്ത സ്വാതന്ത്ര്യം നമുക്കതാണ് വേണ്ടത്. ഡിപ്പെൻഡൻസിയിൽ നിന്ന് പുറത്തു വരാം. ഇപ്പം നമ്മളെല്ലാവരും ഡിപ്പെൻഡാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് അച്ഛൻ്റെ ഡിപ്പെൻഡൻസി വേണ്ട, അമ്മയുടെ വേണ്ട, ഭാര്യ വേണ്ട, അല്ലെ ഭർത്താവിൻ്റെ. ഭാര്യയ്ക്ക് എന്ത് വേണം? എനിക്ക് സ്വതന്ത്രമായ ഭാര്യയായിട്ട് ജീവിക്കണം, എനിക്ക് നിങ്ങളുടെ ഒന്നും ബന്ധനം ഇഷ്ടമല്ല. ഭർത്താവിന് എന്ത് വിചാരിക്കും? എന്നെ പിടിച്ച് നിങ്ങൾക്ക് കിട്ടി, ഞാൻ നിൻ്റെ മാത്രമൊന്നുമല്ല, എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. മക്കളെന്ത് പറയും? എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും ബന്ധനത്തിലിരിക്കണം ഇഷ്ടമല്ല. അതിൻ്റെ പേരല്ല ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻ്റ് ആക്കുക അർത്ഥം വൈകാരികമായി ഇമോഷണൽ ഇൻഡിപെൻഡൻസാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മളെല്ലാവരെയും ബന്ധിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസാണ്, ബാഡ് ഇമോഷൻസ്. നമ്മുടെ ആവേശം, നമ്മുടെ ഉള്ളിലെ ക്രോധം, നമ്മുടെ ഉള്ളിലെ വെറുപ്പ്, അനേക തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്ക് വശപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. വീട്ടിലുള്ള അതേ സ്വഭാവം നമ്മൾ മറ്റുള്ളവരോടും കാണിക്കും. ആ ഇമോഷണൽ നമുക്ക് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിൽ നോക്കൂ, ഇത്ര അറ്റാച്ച്മെൻ്റാണ്. സ്നേഹത്തിന് പകരം നമ്മൾ മോഹവലയത്തിൽപ്പെട്ടു. ഇപ്രകാരം ഏതെല്ലാം ഇമോഷൻസ്, ബാഡ് ഇമോഷൻസിൻ്റെ ചങ്ങലയിൽ നമ്മൾ പെട്ടുപോയി, അതിൽ നിന്നാണ് നമുക്ക് പുറത്ത് വരേണ്ടത്. അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെയും ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതല്ല. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ മക്കൾക്ക് അച്ഛനും അമ്മയുടെയും ബന്ധനം സേഫ്റ്റിയാണ്.
അതൊരു വീടിന് നമ്മൾ മതിൽ കെട്ടിയിരിക്കുന്നത് പോലെ. ഒരു വീടിന് നമ്മൾ എന്തിനാ മതിൽ കെട്ടി സംരക്ഷിക്കണം? അല്ല, ആവശ്യമില്ലാത്തൊന്നും അകത്തേക്ക് വരാൻ പാടില്ല. റോങ് എൻട്രി ഒഴിവാക്കാനാണ്. അതേപോലെ നമ്മൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് പരസ്പര ബന്ധങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ ജീവിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ലക്ഷ്യത്തിനെത്താൻ നമുക്ക് ആ നിയമങ്ങളും മര്യാദകളും അല്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കണേ? മര്യാദ പുരുഷോത്തമൻ. മര്യാദകൾ, ജീവിത മര്യാദകളുടെ ബന്ധനങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ജീവിക്കണം. പക്ഷേ ഇമോഷണലി നമ്മൾ ഇൻഡിപെൻഡൻ്റ്. അല്ലെങ്കിൽ നമ്മൾ കാരണം എത്ര ബുദ്ധിമുട്ടാണ്. നമ്മൾ മൂഡ് ഓഫ് ആയാൽ നമ്മുടെ മൂഡ് മാറ്റാൻ, നമ്മൾ ദേഷ്യപ്പെട്ട നമ്മുടെ ദേഷ്യം മാറ്റാൻ, അല്ല നമ്മൾ അസ്വസ്ഥരായ നമ്മുടെ അസ്വസ്ഥത മാറ്റാൻ, നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കരച്ചിൽ മാറ്റാൻ എത്ര പേരുടെ സമയം പോണേ. അച്ഛൻ അമ്മ കരയുക, പോയി കിടക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ദിവസങ്ങളോളം മിണ്ടാതിരിക്കുക, പിണങ്ങിയിരിക്കുക, മുഖം തിരിച്ചിരിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ചങ്ങലകൾ. ഈ ഇമോഷൻസിൽ നിന്ന് പുറത്തേക്ക് വരാൻ എത്ര പേര് നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പേരുടെ സമയം, എനർജി എല്ലാം നമ്മൾ കഴിക്കുക. ഇതെല്ലാം സൂക്ഷ്മ കണക്കാണ്. ആരുടെ അടുത്തു നിന്ന് നമ്മൾ അവരുടെ സമയവും സങ്കല്പവും ഊർജ്ജവും ഒക്കെ എടുത്താലും ഒരു കടമാണ്, വീട്ടേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. എന്തിനു നമ്മൾ കടമെടുക്കണം? നമ്മൾ സ്വയം പുറത്ത് വരാൻ ഭഗവാൻ നമ്മളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിൽ നിന്ന് സ്വയം പുറത്തേക്ക് വരാൻ ഭഗവാൻ നമുക്ക് വിധി പറഞ്ഞു. അതാണ് രാജയോഗത്തിൻ്റെ വിധി. ആത്മാവിനെ സ്വയം രാജാവാക്കി സ്വന്തം കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും സ്വന്തം ബാഡ് ഇമോഷൻസിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രം. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലെ ഇൻഡിപെൻഡൻസ്. നമ്മുടെ പിന്നാലെ ആർക്കും നടക്കേണ്ടി വരരുത് നമ്മുടെ മൂഡിനെ ശരിയാക്കാൻ, അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം. ഇന്നതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയിൽ നിന്ന് വിദേശികൾ പോയി, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് വിദേശികളെയൊക്കെ ഞാൻ എപ്പോൾ ഇറക്കി വിടും. ആ ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യദിനം. അതൊരു നോട്ട് ചെയ്ത് വയ്ക്കും. അല്ലാതുള്ള ജീവിതം, തന്നിഷ്ടത്തോടു കൂടിയ ജീവിതം, അത് മൃഗങ്ങളും ജീവിക്കുന്നതാണ്. അവരെന്താ പറയുക? താന്തോന്നികൾ. നമ്മൾ മൃഗമല്ലല്ലോ. തോന്നുന്ന പോലെ ജീവിക്കാൻ നമുക്കെപ്പോഴും ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് സേഫ്റ്റി. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും കുടുംബം എവിടെയാണെങ്കിലും ഒരു ചട്ടക്കൂട്. ഒരു സ്കൂളിൽ പോയാൽ പോലും ഇല്ലേ, അവിടെ ഒരു നിയമാവലിയുണ്ട്, അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ നിയമാവലിക്കുള്ളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ ഇരുത്തുള്ളൂ, അല്ലാത്തവരെ പ്രിൻസിപ്പൾ പുറത്താക്കാം. വീട്ടിലായാലും അങ്ങനെയല്ലേ, ചട്ടത്തിൻ്റെ ഉള്ളിലല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. ഒരു ഓഫീസിലും പോയാൽ ആദ്യം നമ്മളോട് എന്താ പറയുക? ഇവിടുത്തെ നിയമാവലി ഇതാണ്, മര്യാദകൾ ഇതാണ്, ഡിസിപ്ലിൻസ് ഇതാണ്. അപ്പോൾ ഈ പ്രപഞ്ചമാകുന്ന ഇത്രയും വലിയ യൂണിവേഴ്സിൽ ജീവിക്കാൻ എന്താ നമുക്ക് യാതൊരു നിയമങ്ങളും മര്യാദകളും ബാധകമല്ലേ? എന്തിനാ നിയമവും മര്യാദയും? അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമല്ല. സത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ജീവിക്കണം. അതിനെയാണ് തറവാടിത്തം എന്ന് പറയുന്നത്. ഏത് തറവാട്ടിലെ നമ്മൾ ഈശ്വരനാകുന്ന പരമാത്മാവിൻ്റെ മക്കളാണ്. ആ തറവാടിത്തം നമുക്ക് അവസാനം വരെ ഉണ്ടായിരിക്കണം. ഈശ്വരൻ്റെ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ചിന്ത എങ്ങനെയായിരിക്കണം, എൻ്റെ വാക്ക് എങ്ങനെയായിരിക്കണം, എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അല്ലേ? ആ രേഖയ്ക്കുള്ളിൽ നമ്മൾ സീതമാർഗം മുന്നോട്ട് പോകണം. അങ്ങനെയെങ്കിൽ നമ്മളെങ്ങനെ സ്വതന്ത്രരാകും? ഈ വിദേശാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കും? എങ്ങനെ സ്വതന്ത്രരാകും? നമ്മുടെ ഭാരതാംബ സ്വതന്ത്രത ആയതെങ്ങനെയാണ്? ഭാരതദേശത്തിനോട് സ്നേഹമുണ്ടായ ഒരു കൂട്ടം ദേശസ്നേഹികളുടെ ത്യാഗം, ഒരു കൂട്ടം ദേശസ്നേഹികളുടെ അശ്രാന്ത പരിശ്രമം, അല്ലേ? അവരുടെ ത്യാഗം. എത്ര പേര് ജീവൻ ബലിദാനം ചെയ്തു, എത്ര പേര് തങ്ങളുടെ സർവ്വസമ്പത്തും. ഗാന്ധിജിയുടെ ഓരോ പ്രഭാഷണങ്ങൾക്ക് ശേഷവും ഓരോ അമ്മമാർ നമ്മൾ കേട്ടിട്ടുണ്ട്, കഴുത്തിലും കാതിലും കിടന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ സർവസ്വവും സമർപ്പിച്ചു. എന്തിന്? ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ, സ്വാതന്ത്ര്യ സമര പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ. ഒരു പുത്രൻ, ഏകപുത്രനെ ഉള്ളവരും ദാനം ചെയ്തു.
ഭാരതാംബ സ്വതന്ത്രയാകണം. അങ്ങനെ ഉണ്ടായിരുന്ന ദേശസ്നേഹികളുടെ ആ ദേശസ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ് ഭാരതം വിദേശ കൈകളിൽ നിന്ന് സ്വതന്ത്രമായത്, പാരതന്ത്ര്യത്തിൽ നിന്ന് സ്വതന്ത്രമായത്, ബന്ധനമുക്തായത് അല്ലേ? അതേപോലെ നമുക്കും ഈ ജീവാത്മാവിന്, ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവിരിക്കുക, ജീവാത്മാവിന് ആത്മാവ് ഈ ശരീരത്തിൽ വന്ന് നമ്മൾ നീണ്ട 5000 വർഷത്തിൻ്റെ യാത്രയിൽ, പ്രത്യേകിച്ചും അരക്കൽപ്പത്തിൽ 63 ജന്മങ്ങളാൽ നമുക്ക് ഈ ശരീരം വിട്ട് ശരീരം എടുത്തുള്ള പ്രക്രിയയിൽ ഏതെല്ലാം രാവണന്മാരാണോ നമ്മളെ ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്നത്, ഈ രാവണത്വ സംസ്കാരത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ എന്ത് വേണം? ആത്മാവായ എനിക്ക് പരമാത്മ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടണം. ആത്മാവ് ഈ ശരീരത്തിലിരിക്കെ, ഇവിടെ ഇരിക്കെ, ജീവാത്മാവ് പരമാത്മാ പിതാവിൻ്റെ ബന്ധനത്തിൽ, സ്നേഹബന്ധനത്തിൽ ബന്ധിക്കപ്പെടുന്ന ഉത്സവത്തിൻ്റെ പേരാണേത്? രക്ഷാബന്ധനം. എനിക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ സ്നേഹത്താൽ പരമാത്മാവുമായി ബന്ധിക്കപ്പെടണം. സ്നേഹത്തോടുകൂടിയുള്ള പരമാത്മാവിൻ്റെ ഓർമ്മയുടെ പേരാണ് യോഗം, രാജയോഗം. ഇതെനിക്ക് രക്ഷയാകാം, സ്വരക്ഷ. ആദ്യം ആത്മാരാജാവിന് എന്താ രക്ഷ? കർമ്മേന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന്, വികാരങ്ങളുടെ പിടിയിൽ നിന്ന്, വിദേശികളുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, സ്വദേശിയായിട്ട് മാറും. ആത്മാവ് അല്ല സദോഗുണിയാക്കും. പരമാത്മാവിൻ്റെ കുട്ടിയാണെന്ന ബോധം എന്നെ ഗുണവാനാക്കി മാറ്റും. അതിനുള്ള ബന്ധനം, മധുരമായൊരു ബന്ധനം ആവശ്യമുണ്ട്. ആദ്യം ഞാൻ എന്നിൽ ബന്ധിക്കപ്പെടണം, ഞാനൊരാത്മാവാണ്. അതിനുശേഷം എനിക്ക് പരമാത്മാവിൽ ബന്ധിക്കപ്പെടണം. അതിനുശേഷം എൻ്റെ കൂടെയുള്ള ചുറ്റും എൻ്റെ കൂടെ പാർട്ടഭിനയിക്കുന്ന ഓരോ ആത്മാവുമായിട്ട് സ്നേഹത്തോടെ ബന്ധിക്കപ്പെടണം, സ്നേഹത്തോടെ. കാരണം നമ്മൾ മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും പൊതുവായ ഒരു അച്ഛനുണ്ട്, ഇല്ലേ? ആരാച്ഛൻ? സർവാത്മാക്കളുടെയും പിതാവും മാതാവും ആരാണ്? പരമാത്മാവാണ്. ഒരച്ഛൻ്റെ മക്കളാണ്. അവിടെ രക്ഷാബന്ധന മഹോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇതിനാണ്, ഭായിചാരെ, സാഹോദര്യത്തിനാണ്. സാഹോദര്യ, സഹ ഉദരം. നമ്മൾ ഒരച്ഛൻ്റെ മക്കളാണ്. നമ്മൾ സർവാത്മാക്കളും പരംധാം വീട്ടിലിരുന്നപ്പോൾ ഒരച്ഛൻ്റെ മക്കളാണ്, സർവരും ആത്മാക്കളാണ്. അല്ല, നമ്മൾ പരസ്പരം ആത്മസഹോദരങ്ങളാണ്. ഈ നാടകശാലയിൽ ഇറങ്ങി വന്നപ്പോൾ സ്ത്രീ പുരുഷ വേഷവും ജാതി മതത്തിൻ്റെയും ദേശത്തിൻ്റെയും നിറത്തിൻ്റെയൊക്കെ മതിൽക്കെട്ടുകളിലുള്ളിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ഈ ശരീരങ്ങൾക്കുള്ളിലെല്ലാം ഇരിക്കുന്നത് ആരാണ്? ആത്മാവാണ്. ഭൂമിയാകുന്ന ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മളെല്ലാം ഒരു മരത്തിലേതാണ്, ഒരു ബീജമായിട്ട് കണക്റ്റഡാണ്. കൊമ്പുകൾ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ, മരം ഒന്നാണ്, മരം ഒന്നാണ് അല്ലേ? ബീജവും ഒന്നാണ്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ മക്കൾ ആത്മസ്വരൂപത്തിലാണ് നമ്മൾ സഹോദരങ്ങൾ. പ്രഭാഷണങ്ങളിലും പ്രതിജ്ഞകളിലും എന്തിന് സ്കൂളിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, സഹോദരങ്ങളാണ് അല്ലേ? പ്രതിജ്ഞയൊക്കെ ചെയ്യും. പക്ഷേ സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പ്ലഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ അസംബ്ലിയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു കുത്തു കൊടുക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തള്ളും കുത്തുമൊക്കെ വേദനിപ്പിക്കുക വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ സാഹോദര്യം? ആത്മാ ആത്മാ ഭായ് ഭായ്. നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും, അച്ഛനും ഒരു ആത്മാവാണ്, അമ്മയും അതുതന്നെ, അയൽക്കാരും അതുതന്നെ. ഇത്രയും കാലം ഞാൻ ശത്രുവായിട്ട് കണ്ടത് ആരെയാണോ ആ ശരീരത്തിലിരിക്കുന്ന ഒരാത്മാവാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും എല്ലാവരും ആത്മാക്കളാണ്. എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ജോലിക്കാരിയാണെങ്കിലും അതും ഒരു ആത്മാവാണ്. നമ്മളെന്ത് പറയും? പണിക്കാർ.
അതുകൊണ്ട് രക്ഷാബന്ധനം അല്ലേ, നമുക്ക് സ്വരക്ഷയും നമ്മുടെ കൂടെയുള്ളവർക്ക് രക്ഷയും ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ഏതാണ്? ആത്മീയ സാഹോദര്യത്തിൽ കാണുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്തിൻ്റെ ആധാരത്തിലായിട്ട് മാറും? ദൃഷ്ടി മാറും. ഭഗവാൻ പറയുന്ന മക്കളെ, ആത്മീയ സാഹോദര്യത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ക്രിമിനൽ ദൃഷ്ടി, ദേഹത്തെ നോക്കിയിരുന്ന ദൃഷ്ടി, വികാരി കണ്ണ് മാറും. അതിനെയാണ് ഭഗവാൻ ക്രിമിനൽ ദൃഷ്ടി എന്ന് പറയുന്നത്. കാമി ദൃഷ്ടി, ക്രോധി ദൃഷ്ടി, അഹങ്കാരിയുടെ ദൃഷ്ടി മാറിയിട്ട് എന്താകും? സിവിൽ ദൃഷ്ടി, പവിത്ര ദൃഷ്ടികോൺ. അങ്ങനെ പവിത്രത നമ്മുടെ ബന്ധത്തിൽ വരുമ്പോൾ ആ പവിത്രതയുടെ ഉത്സവം, സെലിബ്രേഷൻ ഓഫ് പ്യൂരിറ്റി, അതാണേത്? രക്ഷാബന്ധനം. അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, രക്ഷാബന്ധനത്തിന് എല്ലാവരും എന്ത് ചെയ്യും? സഹോദരന്മാരുടെ കയ്യിൽ രാഖി അണിഞ്ഞു കൊടുക്കും അല്ലേ? പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും ഒക്കെ രാഖി കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പരമാത്മ പറയുന്നത്, മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും രാഖി കെട്ടിത്തരാൻ ബാബ സ്വയം വന്നിരിക്കുകയാണ് അല്ലേ? നമ്മളെ ആത്മീയ സാഹോദര്യത്തിൻ്റെ ബന്ധനത്തിലേക്ക്, നമ്മൾ ഓരോരുത്തരെയും പരമാത്മാവുമായി ബന്ധിപ്പിക്കാൻ സ്വയം ഭഗവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് അല്ലേ ആത്മീയ സ്നേഹം, പരമാത്മ സ്നേഹം, നമുക്ക് തമ്മിലുള്ള പവിത്രമായ ബന്ധം, ആ ബന്ധത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ദൃഢപ്രതിജ്ഞയുടെ പേരാണ് എന്ത്? രാഖി അല്ലേ? രാഖി കെട്ടുന്നത് എപ്പോഴും വലത് കൈയില്ല. അർത്ഥം എന്താ? നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു കർമ്മത്തിനുള്ള ദൃഢസങ്കല്പം എടുക്കണം. സർവരെയും ആത്മസഹോദരങ്ങളായി കണ്ട് പവിത്ര ദൃഷ്ടികോണോടുകൂടി ജീവിക്കുകയും ഇടപഴകുകയും ചെയ്യും. അതിനുശേഷം മധുരം വിളമ്പും എല്ലാവർക്കും. രാഖി കെട്ടുന്നതിന് മുമ്പ് ആദ്യം തിലകം ചാർത്തി കൊടുക്കും. തിലകം എവിടെയാണല്ലോ വയ്ക്കുക? അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഏതാ തിലകം? ആത്മസ്മൃതി വരണം, എന്നാലേ പവിത്രത ബന്ധങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റും. ലോകത്തിൽ ആരുടെ കൂടെ നമുക്ക് ഇടപഴകാം? നമ്മുടെ ദൃഷ്ടികോൺ പവിത്രമായിരിക്കും. ഏത് ഓഫീസിൽ വർക്ക് ചെയ്താലും, ആരെയൊക്കെ കണ്ടാലും, എത്ര സുന്ദരനെ കണ്ടാലും സുന്ദരിയെ കണ്ടാലും, എല്ലാവരെയും പ്രതിയും നമ്മുടെ മനസ്സിൽ എന്ത് വരും? ആത്മാ ഭയ ഭയ. എവിടെയും ജീവിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമ്മുടെ ഒരു കർമ്മേന്ദ്രിയങ്ങളും ചഞ്ചലമാകില്ല. ഒരു കർമ്മേന്ദ്രിയങ്ങളും. രക്തബന്ധമില്ലാത്തവരുടെ കൂടെയും ഇടപഴകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. പവിത്രതയുടെ സുഗന്ധം നമ്മളെവിടെ ജീവിക്കുന്നിടത്തും ഉണ്ടാകും. അങ്ങനെ നമ്മൾ സമ്പൂർണ്ണ പവിത്രമായിട്ട് മാറിയാൽ, പ്യൂരിറ്റി മനസ്സാ വാച കർമ്മണ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്താകും? പവിത്രതയുടെ സുഗന്ധം നമുക്ക് സുഖവും ശാന്തിയും സമൃദ്ധിയും. ബാബ എപ്പോഴും മുരളിയിൽ പറയാറുണ്ട്, മക്കളെ പ്യൂരിറ്റി മാതാവാണ്, ആ മാതാവിൻ്റെ മക്കളാണ് സുഖം, ശാന്തി, സമൃദ്ധി. ഇത് ഗ്യാരണ്ടിയാണ്. ജീവിതം പവിത്രാകുമ്പോൾ സുഖവും ശാന്തിയും സമൃദ്ധിയും പിന്നാലെ വരും. സുഖത്തിൻ്റെ പിന്നാലെ പോണ്ട, ശാന്തിയുടെ പിന്നാലെ പോണ്ട. വേണ്ടതെന്താണ്? ജീവിതത്തെ സംശുദ്ധീകരിച്ചാൽ നമുക്ക് സുഖവും ശാന്തിയും സമൃദ്ധിയും തിരിച്ചു വരും. കാട്ടിൽ നിന്ന് അല്ല രാവണൻ്റെ പിടിയിൽ നിന്ന് വീണ്ടും സീത എവിടെ എത്തും? തിരിച്ച് അഗ്നിവിശുദ്ധി വരുത്തി പവിത്രയാൽ അയോധ്യയിലെത്താം, അയോധ്യയിൽ താമസിക്കാം. യുദ്ധമില്ലാത്ത, സംഘർഷമില്ലാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആ സമൃദ്ധിയുടെ ആഘോഷം ഏതാണ്? നിറവിൻ്റെ ആഘോഷം. നിറവിൻ്റെ ആഘോഷം ഏതാണ്? അഗ്നിശുദ്ധി വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ പവിത്രയായാൽ എന്തായി? ഓണായി. ഓണായില്ലേ? ഓണം എന്താണ്? സുഖം, ശാന്തി, സന്തോഷം. ആദ്യം ഓണത്തിനെ വരവേൽക്കുന്നതേ പൂക്കളം കൊണ്ടല്ലേ? അത്തം മുതൽ നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങും. പൂക്കളം എന്ന് പറഞ്ഞാൽ നമുക്കെന്താ സന്ദേശം തരുന്നത്? നമ്മളെല്ലാവരും ഭഗവാന്റെ പൂന്തോട്ടത്തിലെ പൂക്കളായി മാറുകയാണ്. പൂക്കൾ വെറൈറ്റിയാണ്, പക്ഷേ എല്ലാവരും പൂക്കളാണ് അല്ലെ? മുള്ളുകൾ സ്വഭാവങ്ങൾ മാറി നമ്മുടെ ഉള്ളിൽ പൂവ് സ്വഭാവങ്ങൾ വരാൻ തുടങ്ങി. എന്തൊക്കെയാണ് മുള്ളു സ്വഭാവം? കള്ളമില്ല, ചതിയില്ല അല്ലേ, എള്ളോളം പോലുമില്ല പുളിവചനം, ഒരഴുക്കുമില്ല, ദുഃഖമില്ല, വിപത്തുകളില്ല, ഒന്നുമില്ല. പോലീസും വേണ്ട, പെട്ടാളും വേണ്ട, വക്കീലും വേണ്ട അല്ലേ? കാരണം എന്താ?
അവിടെ ഒരു തരത്തിലുള്ള അഴുക്കുമില്ല. ആരും ആർക്കും ദുഃഖം കൊടുക്കില്ല. കാരണം ഈ 5 വിദേശികളില്ലല്ലോ. 5 ദുർവികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മുക്തമാക്കുകയാണ്. സ്വരാജ്യാധികാരികളായി മാറുമ്പോൾ നമ്മൾ വിശ്വരാജ്യാധികാരി എന്നാണ് ഭഗവാൻ പറയണം. ടോട്ടൽ വിശ്വം, മുഴുവൻ ഭാരതം, മുഴുവൻ വിശ്വം എങ്ങനെയായി? മുഴുവൻ ഭാരതം, മുഴുവൻ ലോകം എങ്ങനെയാകും? ഗോൾഡൻ ഏജ്, സത്യയുഗം. അതുകൊണ്ടാണ് സത്യം, ധർമ്മം, നീതി, അല്ല, സമൃദ്ധി, സുഖം, ശാന്തി. പ്രകൃതി പോലും നോക്കൂ, അതാണ് ഓണം. പ്രകൃതിയുടെ 5 തത്വങ്ങളും സഹയോഗികളാണ്. പരസ്പരവും സുഖം മാത്രമേ കൊടുക്കൂ, അല്ല, ആരോഗ്യവും എല്ലാവർക്കും. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. നമ്മൾ ഓണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നു മാവേലി നാട്, അല്ലേ? വെറുതെ ഒരു കഥ വരില്ലല്ലോ. അപ്പോൾ ആ സ്റ്റോറി ഉണ്ടായ അർത്ഥം എന്താ? എപ്പോഴും നമ്മുടെ നാടങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞേ? എപ്പോഴല്ല മക്കൾ, ഇതാ വരാൻ പോവാണ് വീണ്ടും ആ നാട്. കലിയുഗത്തിന് ശേഷം ഓണാണ് വരാൻ പോണേ, മാവേലി നാടാണ് വരാൻ പോണേ. പവിത്രതയുടെ, അല്ലേ, ഭഗവാൻ വന്ന് രക്ഷാബന്ധനം നടത്തി നമ്മൾ മക്കളെയെല്ലാം, എല്ലാ സീതമാരെയും പവിത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാമനോടൊപ്പം വാനരസേന റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പാലം പണി പൂർത്തിയാക്കുകയാണ്. കലിയുഗ തീരത്തുനിന്ന് നമ്മൾ സത്യയുഗ തീരത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെല്ലാം ഭഗവാന്റെ തോണിയിലിരുന്നു കഴിഞ്ഞു. രാമകാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? രാമകാര്യം നടന്ന് ഇനി നമുക്കെല്ലാവരും സ്വയം ഡിസൈഡ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എന്നാ പൊന്നോണം വരണേ? എൻ്റെ ജീവിതത്തിൽ എന്നാ പൊന്നോണം വരിക? എപ്പോഴാണോ ഞാൻ പൂർണ്ണമായും, അല്ലേ, രാവണനെ കത്തിക്കുന്നത്. സമ്പൂർണ്ണ ശുദ്ധീകരണം എപ്പോൾ നടക്കണോ അതോടുകൂടി എന്തായി? ജീവിതം സുഖശാന്തിമയമായിട്ട് മാറും. ആ ജീവിതത്തിൽ സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും നമ്മളിവിടെ ഈ കൽപ്പാന്ത്യകാലത്തിൽ, സംഗമയുഗത്തിൽ ബ്രാഹ്മണരായ നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നും ആയില്ലെങ്കിലും രാവണനെ പൂർണ്ണമായും കത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അല്ലേ, പൂർണ്ണമായും വികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രരായാൽ, അന്ന് മുതൽ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ ഈ മാറ്റം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഈ 5 വിദേശികൾ യാത്ര പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും തിരിച്ചു വരാൻ തുടങ്ങും. നമുക്ക് ഓരോ ദിവസവും തോന്നും നമ്മുടെ ജീവിതത്തിൽ ആഘോഷമാണ്. അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം മാത്രമാവില്ല ഓണം. എല്ലാ ദിനവും നമുക്ക് എന്തായി മാറും? ഓണാഘോഷമായിട്ട് മാറും. കാരണം ഒരു ദിവസവും കള്ളമില്ല, ഒരു ദിവസവും ചതിയില്ല, ഒരു ദിവസവും ദുഃഖത്തിൻ്റെ സംഭവങ്ങൾ വന്നാൽ ദുഃഖം ഫീൽ ചെയ്യുന്നില്ല, അല്ല, ദുഃഖത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോഴും നമുക്ക് സമാധാനത്തോടെ പോകാൻ കഴിയുന്നുവെങ്കിൽ, എന്തുണ്ടോ, കഞ്ഞിയുള്ളൂ ചമ്മന്തിയുള്ളെങ്കിലും അത് കഴിച്ച് പൊന്നോണം പോലെ, അല്ലേ, സദ്യ പോലെ 36 വെറൈറ്റി. ഓണത്തിന് എങ്ങനെയല്ലേ എത്ര വെറൈറ്റി ഉണ്ടാക്കണേ? ആ നിറവ്, ആ സന്തോഷം, സംതൃപ്തി കഞ്ഞി കഴിച്ചിട്ടും ഉണ്ടാക്കും. വേറെ വെറൈറ്റി ഉണ്ടാക്കാനുള്ള വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ പവിത്രമായിട്ട് ജീവിക്കൂ. നിങ്ങൾക്ക് ഈ വയറിന് ജാസ്തിയൊന്നും വേണ്ട. ഈ വിശപ്പകറ്റാൻ നിങ്ങൾക്ക് ഒരു ചപ്പാത്തി ഇത്തിരി കറി ഉണ്ടെങ്കിലും ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ വയറധികം ഡിമാൻഡ് ചെയ്യില്ല. അതിന് വിശപ്പടക്കാൻ അല്പമേ വേണ്ടൂ. പക്ഷെ ഡിമാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ആഗ്രഹങ്ങൾ, അത്യാർത്തികൾ, അല്ലേ, ആസക്തികൾ. ഇതിൽ നിന്ന് നിങ്ങൾ മുക്തായാൽ മതി. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞിരുന്ന, മക്കളെ, നിങ്ങളുടെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമുഖത്തുണ്ട്, പക്ഷെ നിങ്ങളുടെ ആർത്തിക്കുള്ളതില്ല. ആർത്തിയോടുകൂടി നിങ്ങൾ ഈ ഭൂമുഖത്ത്, അല്ലേ, ഭോഗിക്കാൻ തുടങ്ങിയപ്പോഴെന്ത് സംഭവിച്ചു? ഇപ്പം ആവശ്യത്തിനുള്ളത് പോലും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഓണാഘോഷിക്കണ്ടേ? സ്വാതന്ത്ര്യദിനം, അല്ലേ, രക്ഷാബന്ധനം, പിന്നെ ഓണം. ഇപ്പോൾ ഇവിടെ എത്തി എല്ലാവരും. രാവണനെ പൂർണ്ണമായിട്ട് വധിച്ച് ആത്മാവാകുന്ന സീത അയോധ്യയിലേക്ക് തിരിച്ചെത്തിയില്ലേ? സമാപ്തി രാമായണത്തിന്. അയോധ്യയിൽ തിരിച്ചെത്തിയർത്ഥം എന്താണ്? അയോധ്യ. നമ്മുടെ മനസ്സെന്തായിട്ട് മാറി? യുദ്ധങ്ങളിൽ നിന്ന്, സംഘർഷങ്ങളിൽ നിന്ന് മുക്തമായോ? തോന്നുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്.